Hi, good morning guys. Welcome back to Travel Cute. Today I'm going to take you to a very beautiful place. I'm going to explore and enjoy the Ras Al Khor Wildlife Sanctuary of Dubai. So let's go. Hi, welcome to my YouTube channel, The Travel Cute guys. This is Vimala here. So right behind me you can see the wildlife sanctuary Ras Al Khor Dubai. So I'm just going to explore ഈ സാങ്ച്വറിയിലെ എല്ലാ കാര്യങ്ങളും. ഇതൊരു മിഡിൽ ഓഫ് ദി ടൗൺ, മിഡിലാണ് ഈ സാങ്ച്വറി ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇതിൽ എല്ലാത്തരം ദേശാടന പക്ഷികൾ, മെയിൻലി ഫ്ലമിംഗോ ബേർഡ്സിന്റെ ഒരു വെറൈറ്റി ഓഫ് ഫ്ലമിംഗോ ബേർഡ്സ് ഇവിടെ നമുക്ക് കാണാം. സോ ഞാൻ ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ. സോ പിന്നെ ഇവിടെ കുറച്ച് ഭാഗത്തായിട്ട് ഈ റാസ് അൽ ഖോർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ കുറച്ച് ഭാഗങ്ങൾ ഇപ്പോൾ അണ്ടർ ഡെവലപ്മെന്റ് ആണ്, കൺസ്ട്രക്ഷൻ ആണ്. സോ നമുക്ക് വെറ്റ്ലാൻഡിന്റെ ഭാഗത്ത് ഉള്ള നാച്ചുറൽ വ്യൂസും പിന്നെ ബേർഡ്സിനെയും ഞാനിപ്പോൾ ക്യാപ്ചർ ചെയ്യാം. സോ വെൽക്കം ടു മൈ ചാനൽ ദ ട്രാവൽ ക്യൂട്ട് ആൻഡ് ദിസ് ഈസ് യുവർ ട്രാവൽ ക്യൂട്ട് വിമല ഹിയർ. So please subscribe the Travel Cute channel guys. So I'm going to explore the wildlife sanctuary Dubai. So friends, നിങ്ങൾക്ക് കാണാം ഞാൻ ആ മെയിൻ എൻട്രൻസിൽ നമുക്ക് അവിടെ നിന്ന് എങ്ങനെ ഉള്ളിലോട്ട് പ്രവേശിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യൂ പോയിന്റ് കിട്ടാം എന്ന് അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് കാണാം, ഇതൊരു റോഡ് സൈഡിൽ തന്നെ മെയിൻ റോഡിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു സാങ്ച്വറി സ്ഥിതി ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ ഇവിടെ ഒരു വേറെ ആരെയും ഞാൻ കണ്ടില്ല. അൺഎക്സ്പ്ലോർഡ് ആണ്, ടോട്ടലി അൺഎക്സ്പ്ലോർഡ് എന്ന് വെച്ചാൽ ഇന്ന് ആരും വന്നിട്ടില്ല ഇവിടെ. ഇപ്പോൾ ഡെവലപ്മെന്റ് ഒക്കെ നടക്കുന്നതുകൊണ്ടായിരിക്കാം മെയിൻലി. സോ ഇന്ന് ഞാൻ നോക്കുമ്പോൾ ഞാൻ മാത്രം ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ എത്തിയിട്ടുള്ളൂ, നിങ്ങളുടെ ട്രാവൽ ക്യൂട്ട്. സോ എനിവേ ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഇതിലും നല്ല വ്യൂസ്, അതായത് ഇത്രയും കൂടി നിങ്ങൾക്ക് എങ്ങനെ ബേർഡ്സിന് നല്ലൊരു ഇതിലൂടെ എല്ലാ ബേർഡ്സിനും എക്സ്പ്ലോർ ചെയ്യാൻ നിങ്ങളെ കാണിക്കാം എന്ന രീതിയിലാണ്. സോ അതാണ് എൻ്റെ ഒരു മെയിൻ എന്താ പറയുക ഒരു എയിം തന്നെ. സോ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക, കാരണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്കൊരു പ്രചോദനമാണ്. എന്നാലും ഇങ്ങനെ ഒറ്റയ്ക്ക് വളരെ ധീരമായിട്ട് ഇങ്ങനെ പോയി എല്ലാം എനിക്ക് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ കഴിയുള്ളൂ ഗൈസ്. സോ എന്ത് ഭംഗിയല്ല ആ ദൃശ്യം കാണാൻ. സോ ഈ പറയുന്ന വഴിയിലൂടെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്, അപ്പോൾ അതിൻ്റെ വണ്ടിയൊക്കെ മുന്നിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. സോ അറിയില്ല അവരങ്ങോട്ട് വിടുമെന്നൊന്നും, ബട്ട് സ്റ്റിൽ ഞാൻ നടന്നു പോവുകയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ബേർഡ്സിനെ സ്പോട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ അതിന് പുറകെയുള്ള ഈ വലിയ വലിയ ബിൽഡിങ്സ് നിൽക്കുന്ന ആ സിറ്റിയുടെ ആ ഒരു മുഖച്ഛായ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. യു ക്യാൻ സീ ഹൗ എന്താ പറയുക ഫാന്റാസ്റ്റിക് ഇവിടെ നിന്നുള്ള വ്യൂ. സോ ഇതൊരു മെയിൻ റോഡിന് തൊട്ടടുത്ത് നമ്മളിങ്ങനെ ഒരു എൻട്രി ഉണ്ട്. ഇപ്പോൾ ഇവിടെ കുറച്ച് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് നടുവിലായിട്ടാണ് ഈ ഇത്രയും ബേർഡ്സ് ഇവിടെ വളരെ അവരുടെ എന്താണ് സ്വൈര്യവിഹാരം നടത്തുന്നത്. നിങ്ങൾ കാണാം എത്ര ബേർഡ്സ് അവിടെ നിൽക്കുന്നതെന്ന്. സോ ഇപ്പോൾ ആ ഏരിയയിലോട്ടാണ് ട്രാവൽ സ്കിഡ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. സോ ജോലി തിരക്ക് മൂലം ഇവിടെയുള്ളവർക്ക് തന്നെ എനിക്ക് തോന്നുന്നു മിസ് ചെയ്തിട്ടുണ്ട് ഈ സ്പോട്ട്. ഞാൻ കുറച്ച് ദൂരെയായി അറിയാതെ ഇറങ്ങിപ്പോയത്. സോ അവിടെ നിന്ന് മെയിൻ ഗേറ്റിലോട്ട് നടന്നുകൊണ്ടിരിക്കുവാണിപ്പോൾ. അങ്ങ് ദൂരെ ബേർഡ്സ് കൂട്ടത്തോടെ പറക്കുന്നത് കണ്ടിട്ട് എനിക്ക് എങ്ങനെയെങ്കിലും മെയിൻ എൻട്രൻസ് കണ്ടുപിടിക്കാൻ ഞാൻ മുന്നോട്ട് ഒരു എനർജി കൂടുതലായിട്ട് വരുവാണ്. സോ ഞാൻ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നെയും മുൻപോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രത്യേകത വെച്ചാൽ ഞാൻ എവിടെ നിന്ന് നോക്കിയാലും ഇത്രയും ദൂരം ഞാൻ നടന്നു. വെരി ഫാർ ഫ്രം ദാറ്റ് സൈഡ് അണ്ടിൽ ഹിയർ ഞാൻ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ നിന്ന് നോക്കുമ്പോഴും ഈ ബുർജ് ഖലീഫയുടെ ആ ഒരു സൈറ്റ് നമ്മൾ ഏത് ഭാഗത്ത് നോക്കുമ്പോഴും രാത്രി മൂണിനെ കാണുന്ന പോലെ എനിക്ക് ഇത് വിസിബിൾ ആണ്. സോ ആക്ച്വലി ഇറ്റ്സ് വൺ ഓഫ് ദ ഒരു ഐക്കോണിക് ബിൽഡിംഗ് ആണല്ലോ ദുബായിയുടെ. സോ എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ, അത്രയും സിറ്റിയുടെ നടുവില് ഞാനൊരു വില്ലേജിൽ കൂടി നടന്നു പോകുന്ന ഒരു പ്രതീതിയാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത്. ആക്ച്വലി ഒരു വൺ ഡേ പിക്നിക്കിന് ഒരു ഗ്രാമത്തിലൂടെ പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ദുബായ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആക്ച്വലി നല്ല വിൻഡാണ്. ഞാനിപ്പോൾ ഒരു ആഫ്റ്റർനൂൺ ആണ്, അറൗണ്ട് 1 o'clock ആയിട്ടുണ്ട്.
ബട്ട് സ്റ്റിൽ ഇസ് അമേസിങ്. ചൂട് അങ്ങനെ ആ വെയിലൊന്നും എനിക്ക് അനുഭവപ്പെടുന്നില്ല, കാരണം ഇത്രയും മരങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ടായിരിക്കണം. പിന്നെ ഇത്രയും ബിൽഡിങ്സ് അങ്ങ് ദൂരെയുണ്ട്. സോ എനിവേ ലെറ്റ്സ് സീ. അവിടെ ഒത്തിരി കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് നിൽക്കുന്നുണ്ട് അങ്ങ് ദൂരെ. സോ ഗായ്സ്, നിങ്ങൾ എതിർവശത്തെ വ്യൂ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. ഞാൻ അത് കാണിക്കാനായിട്ട്, അത് എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് മെയിൻലി. കാരണം ഈ ഒരു കോൺട്രാസ്റ്റ്, അതായത് അൾട്ടിമേറ്റ് ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റിയിൽ ഒരു നാച്ചുറൽ ലൈഫ് അവരെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതെങ്ങനെ ഫ്ലറിഷ് ആയിട്ട് ഈ സിറ്റിയോടൊപ്പം തന്നെ പ്രോഗ്രസ്, ആ സിറ്റി പ്രോഗ്രസ് ചെയ്യുന്ന അതേ രീതിയിൽ അവർ നാച്ചുറൽ ആയിട്ടുള്ള, അതായത് ഈ വെറ്റ്ലാൻഡ് ഒക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതാണ് അതിൻ്റെ ഒരു, നമ്മൾ പറയുന്ന പോലെ ഗുഡൻസ്. അതെ. സോ ട്രാവൽ സ്പീഡ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നല്ലൊരു പോയിന്റ് കണ്ടുപിടിക്കാൻ. എന്തൊരു പിക്ചർ പെർഫെക്റ്റ് ആയിട്ടാണല്ലേ ആ ഒരു സിറ്റിയുടെ, ദുബായ് സിറ്റിയുടെ ഭംഗി. ദൂരെയാണ് ആ ബിൽഡിങ്സ് എല്ലാം നിൽക്കുന്നത്. ഞാനത് എനിക്ക് വേണ്ടി സൂം ചെയ്ത് കാണിക്കുകയാണ്. റാസൽ കോറിന്റെ ഒരു പ്രത്യേകത, ദുബായിയുടെ മിഡിൽ, സിറ്റിയുടെ നടുവിൽ തന്നെയാണ് ഇങ്ങനെ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉള്ളത്. സോ ഇവിടെ ഒത്തിരി കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ടായിരിക്കാം മേ ബി ഇന്നിപ്പോൾ വിസിറ്റേഴ്സിനെ നമുക്ക് കാണാൻ പറ്റാത്തത്. സോ ഫ്രണ്ട്സ്, ഞാൻ ഈ ഭംഗി ആസ്വദിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മളിവിടെ കുറച്ച് കൺസ്ട്രക്ഷൻ വർക്കേഴ്സിനെ കണ്ടു. സോ അതിൽ ഒരു എഞ്ചിനീയർ, ഒരു ഇന്ത്യനാണ്, അവരുടെ സൈറ്റ് എഞ്ചിനീയർ, തമിഴ്നാട്ടിൽ നിന്നാണ്, തമിഴ്നാട് സ്വദേശി. സോ സാമി എന്ന അദ്ദേഹത്തിൻ്റെ പേര്. സോ സാമി എന്ന പേര് ട്രെൻഡിയാണ്. അതുപോലെ തന്നെ അദ്ദേഹം വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. സോ ഇനി അങ്ങോട്ടേക്ക് നമുക്ക് എങ്ങനെ നല്ല വ്യൂസ് ക്യാപ്ചർ ചെയ്യാം, ഇതിൻ്റെ മെയിൻ ഗേറ്റ് ഇനി എവിടെയാണ് എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തന്നു. സോ ഐ എം സോ ഹാപ്പി. പക്ഷെ അവരെ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല, കാരണം അവിടെ ഒരു വർക്ക് ദുബായ് മുനിസിപ്പാലിറ്റിയുടെ അണ്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എനിവേ, സാമിയാണ് ഇപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ എന്താണ് ഇവിടെ ഉള്ളതെന്നുള്ള ഉള്ള ഇൻഫോർമേഷൻ എനിക്ക് തന്നത്. ഓക്കെ. ബ്ലൂ സ്കൈ തൊട്ട് നിൽക്കുന്ന അമ്പരചുംബികളായ ബിൽഡിങ്സ്, ഇൻക്ലൂഡിംഗ് ബുർജ് ഖലീഫ. ഈ ഒരു ഭാഗത്ത് വെറ്റ്ലാൻഡ്, നൂറുകണക്കിന് ദേശാടന പക്ഷികൾ. സോ ഇങ്ങനെ ഒരു സ്പോട്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ദ ട്രാവൽ സ്ക്യൂട്ട് ഗൈസ്. സോ ലെറ്റ്സ് ഗോ ഇൻസൈഡ് ആൻഡ് സീ ഹൗ എത്ര വെറൈറ്റി ഉള്ള ദേശാടന പക്ഷികൾ നമുക്ക് ഇവിടെ നിന്ന് സ്പോട്ട് ചെയ്യാമെന്ന് നോക്കാം. ഞാൻ പറഞ്ഞതുപോലെ ഒത്തിരി നടന്നാണ് ഈ ഒരു മെയിൻ ഗേറ്റ് ഞാൻ കണ്ടുപിടിച്ചത്. ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് ദൂരെ ഒരു അതിന്റെ ഒരു ബാക്ക് സൈഡിലായിട്ടാണ് ഞാൻ അവിടെ ഇറങ്ങിയത്. അവിടെ നിന്ന് നടന്നു വരികയായിരുന്നു. ആക്ച്വലി അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു മെയിൻ ഗേറ്റ് ഇവിടെ ഉണ്ട് എന്നുള്ളത്. നിങ്ങൾക്ക് കാണാം, ഒരു വലിയൊരു ബസ്സിൽ ഒത്തിരി ടൂറിസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. സോ ആ ടൂറിസ്റ്റ് വന്നിട്ട് അവർ ടിക്കറ്റിനോ അല്ലെങ്കിൽ അവിടുത്തെ എൻട്രി ഫോർമാലിറ്റീസ് ഒക്കെ വെയിറ്റ് ചെയ്യുവാണ്. അതിനുശേഷം നമുക്ക് ഉള്ളിൽ പോകാം. ഇവിടുത്തെ എല്ലാ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ വരുന്ന ബേർഡ്സിനെയും ഡിയർസിനെയും, ഡിയർ ഉണ്ടെന്നാണ് സാമി പറഞ്ഞത്, നമുക്ക് ഇതിനെ എല്ലാത്തിനെയും ക്യാപ്ചർ ചെയ്യാം. നിങ്ങൾക്ക് ഈ വ്ളോഗ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും, എൻ്റെ ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സിനും ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. സോ ലെറ്റ്സ് ഗോ ഇൻസൈഡ് ആൻഡ് എക്സ്പ്ലോർ ദ റാസൽ കോർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. നമ്മൾ ടിക്കറ്റ്, അതായത് എൻട്രി ഫോർമാലിറ്റീസിനുള്ള ഒരു ഏരിയ, അവിടെ ഒത്തിരി ടൂറിസ്റ്റ് ഓൾറെഡി ഉണ്ട് ഫ്രണ്ട്സ്. സോ നമ്മൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. സാമി എൻ്റെ കൂടെയുണ്ട്. സാമി, എത്ര നല്ല ആളാണല്ലേ, ഞാനിപ്പോ കണ്ടുപിട്ടിയുള്ളൂ. സോ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യണം. അതെ, എൻട്രൻസിൽ ഒത്തിരി പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഞാനിവിടെ ചെയ്യുവാണ്. സോ ഇവിടെ ഒത്തിരി എൻവയോൺമെന്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഒത്തിരി കാര്യങ്ങൾ, നോട്ട് അലൗഡ്, എന്തൊക്കെയാണ് അലൗഡ് എന്നുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊടുത്തിട്ടുണ്ട്. സോ ആ കാണുന്നതാണ് എൻട്രി പോയിന്റ്. സോ അവിടെ നിന്നാണ് നമ്മളിവിടേക്ക് പെർമിഷൻ, ഇവിടേക്ക് ഉള്ളിലേക്ക് പോകാനുള്ള പെർമിഷൻ കിട്ടുന്നത്. പിന്നെ ഈ വലതുവശത്ത് കാണുന്ന ടോയ്ലറ്റ് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമ്മൾ നേരെ നോക്കുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വാക്ക് വേ കാണാം. സോ ഗൈസ്, അറ്റ് ദി എൻഡ് വി ആർ ഇൻ ദ ലൈക്ക് വാക്ക് വേ എന്ന് പറയാം. റാസൽ കോർ സാങ്ച്വറിയുടെ വാക്ക് വേയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. സോ നിങ്ങൾക്ക് അവിടെ ബേർഡ്സിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് എത്ര ഞാൻ ത്രില്ലിലാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഗൈസ്. ഐ എം സോ ത്രിൽഡ് എന്ന് പറയാൻ പറ്റത്തില്ല. അതിൽ കൂടുതലാണ്. കാരണം ഇത്ര ദൂരം നടന്നിട്ട് ഞാൻ കരുതി എനിക്കിതിന്റെ എൻട്രൻസ് കാണാൻ പറ്റുന്നില്ലല്ലോ, തിരിച്ചു പോകണമെന്ന് വിചാരിച്ചു.
ബട്ട് ദൈവം എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എൻട്രൻസ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നതെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല ഗായ്സ്. കുറച്ച് നിരാശപ്പെട്ട് കുറച്ച് നടന്നപ്പോൾ, ബട്ട് സ്റ്റിൽ you can see how amazing you can now itself you can spot the birds. എത്രയോ ബേർഡ്സ് ഇവിടെ ഉണ്ടെന്ന് അറിയാമോ? എത്രയോ ബേർഡ്സ്. ഇവിടെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നത് നമ്മൾ ക്വയറ്റ് ആയിരിക്കണം, പെറ്റ്സ് അലൗഡ് അല്ല, നോ ഡ്രോൺസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ വോക്ക് വേ ചെന്നെത്തുന്നത് ഈ ഫ്ലമിംഗോ ഹൈഡ്, അത് ഈ പർട്ടിക്കുലർ സ്പോട്ടിൽ കൂടുതൽ ഫ്ലമിംഗോസ് ആണ്, വെറൈറ്റി ഓഫ് ഫ്ലമിംഗോസ് ആണ് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ ഈ ട്രാവൽസിന് റാസൽഖോർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, അതായത് ബേർഡ് സാങ്ച്വറിയിൽ ആ ഒരു മെയിൻ എൻട്രൻസ് കടന്ന് വോക്ക് വേ കടന്ന് വ്യൂ പോയിന്റിൽ കയറാൻ പോവുകയാണ്. നിങ്ങൾക്ക് കാണാം ഇതിൽ അവർ മെയിൻ ചെയ്തിരിക്കുന്നത് ഫ്ലമിംഗോ ഹൈഡ് എന്നാണ്. സോ അങ്ങോട്ടേക്കാണ് ഞാൻ ഇവിടെ കൊണ്ടുപോകുന്നത്. പ്ലീസ് കം, പ്ലീസ് എക്സ്പ്ലോർ ദിസ് ട്രാവൽ. ഫ്രണ്ട്സ്, ഇവിടെ സേഫ്റ്റി പ്രിക്കോഷൻസ് ആയിട്ട് അവർ മാസ്ക് കമ്പൽസറി ആക്കിയിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ ഇൻസൈഡ്. they already kept one visitors ledger here. പിന്നെ ഇവിടെ ഒത്തിരി വിസിറ്റേഴ്സ് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. നമ്മൾക്കിവിടെ നോയ്സ് ആദ്യം they are not allowing us to make big noise. സോ അത്രയും പതിയാണ് സംസാരിക്കുന്നത്. പിന്നെ ഇവിടെ ഒത്തിരി ബേർഡ്സിനെ അവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോഴുള്ള ടൂറിസ്റ്റ്. സോ ലെറ്റ്സ് ഗോ ഇൻസൈഡ്. ഒരു 15 പേരും കൂടുതൽ നമുക്ക് ഈ ഒരു അറിവില്ല. Mentioned migrant type. If you have the description about this wildlife and migratory birds, നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഒത്തിരി ബേർഡ്സ് ഉണ്ട് ഇവിടെ. ഫ്ലമിംഗോസ്, ഗ്രേറ്റ് ഫ്ലമിംഗോസ്. എത്രയോ തരത്തിലുള്ള വെറൈറ്റി ഉള്ള ഫ്ലമിംഗോസ് ആണ് ഇവിടെ ഉള്ളത്. സോ ലൈവ്ലി, നമുക്ക് അധികം ശബ്ദം ഉണ്ടാക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് എനിക്ക് സാധാരണ സ്ക്രീൻ ചെയ്യുന്ന പോലെ ഇറ്റ്സ് നോട്ട് അലൗഡ് ഇവിടെ. ഈ ബേർഡ്സ് ആക്ച്വലി ഇറ്റ്സ് റിയലി ഹ്യൂജ്, and pinkish legs ഒക്കെ ഉണ്ട്. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളെ ഞാൻ ഈ മനോഹരതയുടെ ഈ വെറ്റ്ലാൻഡിൻ്റെ എല്ലാ വശ്യതയിലേട്ടും ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നു. നിങ്ങൾക്കിവിടെ ഈ ബേർഡ്സിനെ കാണാം. അത് അവരുടെ ആ ഒരു
പീസ്ഫുൾ ആയിട്ടുള്ള ആ ഒരു എൻവയോൺമെൻറ്റ് എൻജോയ് ചെയ്യുന്നു. ഇവിടെ എനിക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല, കാരണം ഞാൻ എവിടെ നോക്കുന്നതാണ്. കാരണം എങ്ങും ഫ്ലമ്മിങ്ങോ ബേർഡ്സ് ആണ്, ബട്ട് അത് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. ഇപ്പോൾ അതിൽ ബൈനോക്കുലർ ഉണ്ടല്ലോ, അതിൽ നമുക്ക് നോക്കി അവരുടെ ആ കളേഴ്സിൻ്റെ ഡിഫറൻസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ നിങ്ങൾക്ക് കാണാം ഈ പക്ഷികൾ ഇവർ കൂട്ടത്തോടെയാണ് ദേശാടനം നടത്തുന്നത്. അതിന് അവർ കൂട്ടത്തോടെ ഒരു സ്ഥലത്ത് മൈഗ്രേറ്റ് ചെയ്ത് അവിടെ അവർ എന്താ പറയുക നെസ്റ്റ് ചെയ്ത് അങ്ങനെ സഞ്ചരിക്കുന്ന ഒരു പക്ഷികളാണ് ഈ ഫ്ലെമിംഗോസ്. സോ ഇവിടെ മൂന്നിലധികം വെറൈറ്റീസ് നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ സാങ്ച്വറിയിൽ. ഗായ്സ്, ഞാൻ ആ വാതിലിൽ തൂങ്ങിക്കിടന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. കാരണം അങ്ങോട്ടേക്ക് പോകാൻ നമുക്ക് അലൗഡ് അല്ല. ഇത്രയും അടുത്താണെന്ന് അറിയാമോ? എന്താ ഇത്രയും ആക്ച്വലി കാണേണ്ട ഒരു വലിയൊരു കൂട്ടം സ്വൈര്യ വിഹാരം നടത്തുവാണ്. ഇത് ആ വ്യൂ പോയിൻറ്റിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള ഒരു വ്യൂ ആണ്. സോ നിങ്ങൾക്ക് കാണാം ഒത്തിരി ബേർഡ്സ് ഇവിടെ, ഒത്തിരി ഫ്ലമിംഗോ ബേർഡ്സ് ഇവിടെ ഉണ്ട്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഡേ അവർ എൻജോയ് ചെയ്യുന്നു. പിന്നെ മറുഭാഗം അധികം വാട്ടർ ഇല്ല, സോ അവിടെ അധികം പക്ഷികളും ഇല്ല. സോ ഇവർക്ക് ആക്ച്വലി ദേ നീഡ് ലിറ്റിൽ ബിറ്റ് ലൈക്ക് ഷാലോ വാട്ടേഴ്സാണ് അവർക്ക് ആവശ്യം. അപ്പോൾ അവരതിലാണ് ഇങ്ങനെ ഒറ്റക്കാല് വയ്ക്കും, പിന്നെ 2 കാല് വയ്ക്കും. ആക്ച്വലി ഇറ്റ്സ് റിയലി അമേസിങ് ടു വാച്ച്. യു ക്യാൻ സീ ദീസ് വീഡിയോസ്. സോ ഗൈസ്, ഞാൻ ഇന്ന് ഈ ഒത്തിരി ഫ്ലമിംഗോ ബേർഡ്സിനെ കണ്ടു. ഫ്രണ്ട്സ്, ഇത്ര നേരം എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പിന്നെ നമ്മൾ ഇതിപ്പോൾ നിങ്ങൾ കണ്ട ഫ്ലമിംഗോ, ലൈവ്ലി ഫ്ലമിംഗോൻ്റെ ഒരു വലിയൊരു കൂട്ടമാണ്. വൈബ്രൻ്റ് ആയിട്ടുള്ള വളരെ സൂത്തണിങ് ഉള്ള ഒരു പിങ്കിഷ് കളറുള്ള അവരുടെ ലെഗ്സും ആ ഒരു മാഗ്നിഫിഷ്യൻ്റ് ബോഡിയും ആ ഒരു പ്യുവറായിട്ടുള്ള ഇന്നസെൻ്റ് ആയിട്ടുള്ള വൈൽഡ് ലൈഫ് നമ്മുടെ ബേർഡ്സിനെ നിങ്ങൾ എൻജോയ് ചെയ്യുന്നു വിചാരിക്കുന്നു. സോ ഈ വാക്ക് വേയിലൂടെ, ഇത്രയും മനോഹരമായിട്ടുള്ള വാക്ക് വേയിലൂടെ ഞാൻ തിരിച്ചു പോവുകയാണ്. ഇവിടെ ടൂറിസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. സോ ഒരു ബ്യൂട്ടിഫുൾ, ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. സോ ഈ ട്രാവൽ സ്കിഡിനെ നിങ്ങളെല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. സോ കീപ്പ് ഓൺ വാച്ചിങ് ട്രാവൽ സ്കിഡ്. താങ്ക് യു. സോ ഫ്രണ്ട്സ്, ഈ ട്രാവൽ സ്ക്യൂഡിൻ്റെ ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വ്യൂ നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇറ്റ്സ് റിയലി അമേസിങ്. ഒരു ലൈവായിട്ടുള്ളൊരു ബേർഡ്സ് വ്യൂ പോയിന്റിലാണ് ഞാൻ നിൽക്കുന്നത്. ആക്ച്വലി ഇങ്ങോട്ടേക്ക് ആരും അലൗഡ് അല്ല, ബട്ട് അതിൻ്റെ ഒരു ഓരത്തൂടെ ഞാനിങ്ങനെ ഒരു എസ്കേപ്പായി ഇങ്ങനെ ഇവിടെ വന്ന് ഇത് ക്യാപ്ചർ ചെയ്യുകയാണ് ഗൈസ്. സോ
നിങ്ങൾക്ക് ഈ ബ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, സപ്പോർട്ട് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ട്രാവൽസ് കിഡ് ഗൈസ്. താങ്ക് യു സോ മച്ച്. സോ ഈ മണ്ണിൻ്റെ മണമുള്ള ഈ വെറ്റ് ലൈഫിനോടും ഈ ഹരിതാഭയോടും നിങ്ങളുടെ ട്രാവൽസ് വിടവാങ്ങിയാണ്. സോ നിങ്ങൾ ഈ ഔട്ട്സൈഡ് വ്യൂ ഞാൻ മിസ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് അഗെയിൻ. So keep supporting Travels Good guys. Thank you.